ഫ്രണ്ട്സ്, ഞങ്ങളുടെ സ്വന്തം ജെറി ബ്രോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ മ്യൂസിയം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹൈറ്റുള്ള ആനയുടെ അസ്ഥി കൂടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പോയി കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ മ്യൂസിയത്തിലാണ് കേട്ടോ. നമ്മുടെ സൂവിൻ്റെ തൊട്ടടുത്ത് കാണുന്ന മ്യൂസിയത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിതേ ഉള്ളിലേക്ക് കയറാൻ പോവുക. അപ്പം നമ്മൾ 10 രൂപ കൊടുത്തിട്ട് ഇതേ ടിക്കറ്റ് എടുത്തു കേട്ടോ. അങ്ങനെ നമ്മളിതേ ഉള്ളിലേക്ക് കയറുന്ന ടൈമിലേ ആദ്യം തന്നെ കാണുന്നത് തിമിംഗലത്തിൻ്റെ താടിയലാണ് കേട്ടോ. ഭയങ്കര വലിപ്പമാണ് തിമിംഗലത്തിൻ്റെ താടിയയിൽ കാണാൻ കേട്ടോ. എന്ത് വലിപ്പമാണെന്ന് നോക്ക്. ആനയുടെ പരിണാമം എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ മോഡലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് കുറേ ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ജീവജാലങ്ങളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കരടി, പുലിപ്പുലി, കടുവയുടെയും പിന്നെ അതുപോലെ തന്നെ കഴുതപ്പുലി, ജങ്കാറ്, ചീറ്റപ്പുലി, ഇതിൻ്റെ ഒക്കെ സ്റ്റഫ് ചെയ്ത രൂപങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒറിജിനൽ സാധനത്തെ തന്നെയാണ് ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒറിജിനാലിറ്റി നമുക്കിവിടെ തോന്നിക്കുന്നുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലെ ശ്രീരാഗം ക്ഷേത്രത്തിൽ ആനയായിരുന്നത്. ക്ഷേത്രത്തിലേക്ക് അഭിഷേക ജലം കൊണ്ടുവരിക എന്നതായിരുന്നു രംഗനാഥന്റെ ജോലി. 1905 തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട്ടുള്ള ചെങ്ങന്നൂർ മനയിലെ പരമേശ്വരൻ നമ്പൂതിരിക്ക് 5000 രൂപയ്ക്ക് വിറ്റു. ഏഷ്യയിലെ ഏറ്റവും വലിയ ആനയാണ് കേട്ടത്. കണ്ടേ ഒരു ചീറ്റപ്പുലിയാണ് കേട്ടോ. അതിന്റെ കണ്ണു നോക്കി തിളങ്ങണ കണ്ടില്ലേ. ശരിക്കും എന്താ പറയുക, ഒരു ഒറിജിനൽ പോലെ നമുക്ക് തോന്നുന്നില്ലേ. ഇവിടെ ഒരു സീബ്രനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിട്ടോ. എന്ത് ഭംഗിയാണെന്നറിയൂ കാണാനായിട്ട്. ഒന്നും നമുക്ക് കൈ കൊണ്ടൊന്നും തൊടാനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മാന്, നീർനായ, വവ്വാല്, പിന്നെ എന്താ അറബിക്കുരങ്ങ്. ഈ അറബിക്കുരങ്ങൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ പറക്കുന്ന അണ്ണാൻ, ആദ്യമായിട്ട് ഈ പറക്കുന്ന അണ്ണാണ് ഞാൻ കണ്ടത്. പിന്നെ മലയണ്ണാൻ, പിന്നെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്, ഈ പറക്കുന്ന അണ്ണാനൊക്കെ. ഈ കാണുന്നത് ഒരു എമ്മുവാണ് കേട്ടോ. എന്ത് ഭംഗിയെന്നറിയാം എമ്മുവിനെ കാണാനായിട്ട്. ഈ മുട്ടൊക്കെ അവരെങ്ങനെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കല്ലുകളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. അതുപോലെ തന്നെ പലതരത്തിലുള്ള പൂഴികൾ, ഇതൊക്കെ പല ടൈപ്പിലുള്ള പൂഴികളാണ് കേട്ടോ പണ്ടത്തെ കാലത്ത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ, ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പറമ്പിക്കുളത്ത് നിന്നിട്ട് തടിയൊക്കെ എത്തിച്ചിരുന്ന ഒരു സംവിധാനമാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് പണ്ട് കാലത്തുള്ള വഞ്ചികളുടെ മോഡലുകളാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി വള്ളങ്ങളാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് കപ്പിയും കിണറും, പല ടൈപ്പ് കപ്പിയും കിണറാണ് ഈ കാണുന്നത് കേട്ടോ. ഈ വെച്ചിരിക്കുന്നത് കൊച്ചി മഹാരാജാവിൻ്റെ ഉടുപ്പും തലപ്പാവും ഒക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കില്ലേ ഉടുപ്പൊക്കെ കാണാനായിട്ട്. ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ നിലനിന്നിരുന്ന വിവിധ ജനവിഭാഗങ്ങളുടെ വർഗങ്ങളുടെയും വേഷവിധാനങ്ങളുടെ മാതൃകയാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കഥകളിയുടെ വിവിധ രൂപങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് നെൽമണി കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ പറയാണ് കേട്ടോ. ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പിന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് നെൽമണി വെച്ചിട്ടാണ് ഈ പറ ഉണ്ടാക്കിയിരിക്കുന്നത്. സമ്മതിക്കാണല്ലേ അവരൊക്കെ. എന്ത് ഭംഗിയാണെന്ന് നോക്ക്, നെൽമണി വെച്ചിട്ട് പറയുണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഭീമന്റെ ഒരു മോഡലാണ് കേട്ടോ. കഥകളി വേഷമാണെന്ന് തോന്നുന്നു ഭീമൻ.
പിന്നെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഈ കഥകളിയുടെ ഒക്കെ ഓരോ വേഷങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കത്തികളും അതുപോലെ തന്നെ ആയുധങ്ങളൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. പണ്ടത്തെ കാലത്തെ വാളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. മരം വെട്ടാനായിട്ട് ഉപയോഗിച്ചിരുന്ന കോടാലിയാണ് ഈ കാണുന്നത്. പിന്നെ ഇതാണ് പീരങ്കിയുടെ ഉണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്ന് ഉറപ്പായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.